ഹലോ, എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു വിപ്പിംഗ് ക്രീമാണ്. അത് മിക്സിയിലാണ് ചെയ്യുന്നത്. ബീറ്ററോ വിസ്കോ സ്പൂണോ ഒന്നും തന്നെ ആവശ്യമില്ല. മിക്സിയിൽ ഒന്ന് ജസ്റ്റ് കറക്കി എടുത്താൽ മതി. അതും വീട്ടിലുള്ള വെറും 2 ചേരുവകൾ കൊണ്ട് മാത്രം. അപ്പോൾ ഇനി വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും. അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അതൊന്ന് പ്രസ് ചെയ്തിട്ട് ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ക്രീം ചെയ്യുന്നത് ബട്ടർ വെച്ചിട്ടാണ്. ഇവിടെ ഒരു 1/4 കപ്പ് ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം തണുപ്പുള്ള ബട്ടറാണ്. എങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുത്തതും അല്ല, ഒരു പുറത്തൊരു അരമണിക്കൂർ എടുത്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ക്രീമാക്കി മാറ്റുന്നത്. നമ്മൾ ഈ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ ആ ഒരു കട്ടയോട് തന്നെ ആയിട്ട് ഈ ജാറിലോട്ട് ഇടരുത്. ഒരു 20 മിനിറ്റ്, ഒരു മിനിമം ഒരു 20 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം മാത്രം ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ മെയിനായിട്ട് ആവശ്യമുള്ളതാണ് ഐസിങ് ഷുഗർ. ഇതിൻ്റെ വീഡിയോ മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മേളിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്കൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മൾ ഇടത്തോട്ടാണ്, അതായത് പൾസ് മോഡിലിട്ടിട്ടാണ് ചെയ്യുന്നത്. 1-2 പ്രാവശ്യം പൾസ് മോഡിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇപ്പോഴാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്, ഐസിങ് ഷുഗർ. ഇപ്പോൾ ഐസിങ് ഷുഗർ നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടു നോക്കുക. അതിലും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ സാധാരണ പഞ്ചസാര പൊടിച്ചത് ചേർത്താലും മതി. ഇനി നമുക്ക് സാധാരണ മിക്സി യൂസ് ചെയ്യുന്ന പോലെ തന്നെ റൈറ്റ് സൈഡിലോട്ട്, അതായത് സ്പീഡ് 1-ലോട്ട് ഇട്ട് തന്നെ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരുമിച്ച് തന്നെ അടിച്ചെടുക്കരുത്. ഇങ്ങനെ അല്പമായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഐസിങ് ഷുഗർ ഇട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊരു 4 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു പരുവത്തിന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വീണ്ടും സ്പീഡിലിട്ട് അടിക്കരുത്. നമുക്കിതൊരു കറക്റ്റ് പരുവാണ്. ഈ രീതിയിലാണ് നമുക്ക് ക്രീം കിട്ടുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള, നല്ല ഫ്ലഫി ആയി, നല്ല സിൽക്കി ആയിട്ടുള്ള ക്രീമാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്, പറയാതിരിക്കാൻ വയ്യ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മൾ സാധാരണയായിട്ട് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാം, പുഡിങ്ങിനൊക്കെ ഉപയോഗിക്കാം, ഡെസേർട്ടിന് ഉപയോഗിക്കാം. പിന്നെ ഒന്നുമില്ലെങ്കിൽ കുട്ടികൾക്ക് നമുക്ക് സാധാരണയായിട്ട് ബ്രെഡിൽ വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനും ഇത് സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഇത് ബാക്കി വരുവാണെങ്കിലും പേടിക്കുകയൊന്നും വേണ്ട. ഒരു നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് റെഫ്രിജറേറ്റ് ചെയ്ത് വെച്ചാൽ ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും. പിന്നെ പലരുടെയും സംശയമാണ് ഇത് പെട്ടെന്ന് മെൽറ്റായി പോവില്ലെന്ന്. അങ്ങനെയൊന്നും മെൽറ്റായിട്ട് പോവില്ല. ഇനി ഒരുപാട് സമയം പുറത്ത് വെച്ചിട്ട് ചൂടുള്ള സമയത്ത് മെൽറ്റായിട്ട് പോയിട്ടുണ്ടെങ്കിലും അതിലും ടെൻഷൻ വേണ്ട. അത് അതുപോലെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നല്ല സ്റ്റിഫായിട്ട് തന്നെ കിട്ടിക്കോളും. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ബട്ടർ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രീമാണിത്. പിന്നെ വേറെ ഒരുപാട് സംശയം ഉണ്ടായിരുന്നു, ഡാൽഡ യൂസ് ചെയ്യാമോ എന്നുള്ളത്. ഡാൽഡയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഡാൽഡയെക്കാളും നമുക്ക് ഹെൽത്തിന് നല്ലത് നെയ്യും ബട്ടറും ഒക്കെ തന്നെയാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.